പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്ന സമയത്തെല്ലാം ഇറങ്ങുന്ന ഒരു കരക്കമ്പിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണം. ആ ഫോമിൽ ചോദിക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ, യെസ് ഓർ നോ എന്നാണ്. അത് കോളം ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ ഇറക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇമിഗ്രേഷൻ തിയറി പറയുന്നുണ്ട്, എയർപോർട്ടിൽ ഇറക്കാൻ. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് സാധാരണ നിങ്ങളും ഞാനും പോകുമ്പോൾ ഒരാളല്ല. അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കാണും. കാരണം അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഒരു രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു അവിടെ രാജ്യത്ത് പോകാനുള്ള ഒരു നയതന്ത്രപരമായ ഒരു പരിരക്ഷ കിട്ടും. പിന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും ടൂറിസ്റ്റായിട്ടും രോഗം ചികിത്സിക്കാനൊക്കെ പോകുന്നതിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പക്ഷേ എന്നാൽ അമേരിക്കയിലെ നിയമം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അമേരിക്കയിലെ US എമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ 212A3D അനുസരിച്ച് 1952 അങ്ങനെ അമേരിക്ക ഒരു നിയമം ഉണ്ടാക്കാൻ കാരണം അമേരിക്കയും റഷ്യയും തമ്മിൽ ആ കാലഘട്ടത്തിൽ വലിയ ശീതസമരം നടക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സോവിയറ്റ് റഷ്യയുടെ ചേരിയിൽ നിൽക്കുന്നു. ചേരിചേരാ നയം ഉണ്ടെങ്കിലും സോവിയറ്റ് റഷ്യയോടൊരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ചേരിചേരാ രാഷ്ട്രമാണ് ഇന്ത്യ നെഹ്റുവിൻ്റെ കാലത്ത്. എങ്കിൽ പോലും USSRനോട് നമുക്ക് സഹായം തന്ന രാജ്യം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സഹായിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ USSRന് നമുക്ക് അന്നത്തെ സോവിയറ്റ് റഷ്യയോട് നമുക്കൊരു താല്പര്യമുണ്ട്. അമേരിക്കയോട് അന്ന് നമുക്ക് താല്പര്യങ്ങൾ, അവർ ബൂർഷ്വാസിയാണ്, സാമ്രാജ്യത്വവാദികളാണെന്നുള്ള ഒരു താല്പര്യക്കുറവുണ്ട്. നമുക്ക് മുതലാളിത്ത വ്യവസ്ഥയാണെന്നുള്ള താല്പര്യക്കുറവുണ്ട്. അതേസമയം തന്നെ ഒരുപാട് ചാരന്മാർ അമേരിക്കയിൽ വന്ന് അമേരിക്ക തകർക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യൻ ചാരന്മാരൊക്കെ വരാൻ ശ്രമിക്കും. അങ്ങനെ ചാരന്മാരൊക്കെ വരാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അത് സെനറ്റർ പാറ്റ് മെക്കാലനും ഫ്രാൻസിസ് വാൾട്ടറും കൂടി തയ്യാറാക്കിയ ഒരു നോട്ടാണ് ഉത്തരവായത്. അതുകൊണ്ട് തന്നെ മെക്കലൻ വാൾട്ടർ ആക്ട് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ആ ആക്ട് പ്രകാരം തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളടക്കമുള്ള ആളുകൾ ഒന്നും അവിടെ വരാൻ പാടില്ല. വരണമെങ്കിൽ അവർ വിസ കൊടുക്കത്തില്ല. അപ്പോൾ അത് പിടിക്കും. അപ്പോൾ മാത്രമല്ല, എയർപോർട്ടിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇനി നരേന്ദ്രമോദിയെ നമ്മുടെ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയ ആളെന്നുള്ള നിലയിൽ ഗുജറാത്ത് കലാപത്തിനൊക്കെ സമയത്തൊക്കെ മൗനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന് വേണ്ടത്ര, അന്ന് മുഖ്യമന്ത്രിയാണ് ഗുജറാത്തിലെ, വേണ്ടത്ര മുൻകൈ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം ലോകത്താകെ BBC-യിലും മറ്റ് വാർത്തകളിലൊക്കെ വന്നതിൻ്റെ ഭാഗമായി അമേരിക്ക ഗവൺമെൻറ് പറഞ്ഞ് തൽക്കാലം മോഡി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മോഡി ബിസിനസ് വിസയും കൊടുത്തില്ല, ഡിപ്ലോമാറ്റിക് വിസ ഇമ്മ്യൂണിറ്റി ഇല്ല, ഡിപ്ലോമാറ്റിക് വിസയില്ല, ടൂറിസ്റ്റ് വിസയിൽ ഒന്നുമില്ല, മോഡിക്കൊന്നും കൊടുത്തില്ല. പക്ഷേ അതേ മോഡി ഇവിടെ അതേ അമേരിക്കയിൽ വീണ്ടും പോയി ട്രംപിൻ്റെയും പിന്നെ തുടർന്ന് വന്ന പ്രധാനമന്ത്രിമാരുടെയൊക്കെ സൽപുത്രനായി, നല്ല കൂട്ടുകാരനായി അമേരിക്കയിൽ പോയി വലിയ ആരവം ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നടത്തി. അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായിരിക്കും, അത് മോഡി സ്റ്റൈലാണ്, അത് നമ്മൾ വേറൊരു വിഷയമാണ്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്കെല്ലാം ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, ചികിത്സയ്ക്കും ടൂറിസത്തിനും ബിസിനസ് ആവശ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവരെല്ലാം ഇങ്ങനെ എഴുതി കൊടുക്കണം എന്ന് പറയുന്നൊരു നിയമമില്ല. പക്ഷേ അതേസമയം ഒരു ഡിക്ലറേഷൻ ഫോം കൊടുക്കേണ്ടി വരാം. അത് ചിലപ്പോൾ കൊടുത്തിരിക്കാം. അത് എസ് എന്ന് എഴുതിയാലും നോ എന്ന് എഴുതിയാലും പിണറായി വിജയനെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എസ് എന്ന് എഴുതിയെന്ന് വിചാരിച്ചിട്ട് പിണറായി വിജയനെ ഒഴിവാക്കുന്ന വിഷയമില്ല. നോ എന്ന് എഴുതാൻ സാധ്യതയില്ല. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അതൊരു ഫേക്ക് ന്യൂസാണ്. ഈ സഹാക്കളല്ലാത്ത ആളുകൾ, സംഘികളും കൊങ്ങികളും സുഡാപ്പികളും പറയുന്ന ന്യൂസ് ഫേക്ക് ന്യൂസാണ്. കാരണം പിണറായി വിജയനെ പോലുള്ള ഒരാൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ്, അല്ല പിന്നെ മുഖ്യമന്ത്രിയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യം ചെല്ലുന്നതാണ്. രഹസ്യമായിട്ട് അദ്ദേഹത്തിന് പോയി ചികിത്സിച്ച് വരാൻ പറ്റത്തില്ല. സെക്യൂരിറ്റി ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കൻ ഗവൺമെൻറ് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ മാത്രമേ അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ കരക്കമ്പി വിറ്റുപോകുന്നതല്ല. നമുക്ക് കുറച്ചുകൂടി കടുപ്പമുള്ള ഏതെങ്കിലും ഒരു സാധനം അടിച്ചാൽ നന്നായിരിക്കും. ഇത് തൽക്കാലത്തേക്ക് കൊള്ളാം, പക്ഷേ സ്ഥിരമായി ഓടുന്നതല്ല.